നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ സമ്മതിപ്പിച്ചോളാം. ചുമ്മാ ഇരിക്ക്. അമ്മേ, ഇനി ഇവളുടെ കാര്യവും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഇല്ല, ഞങ്ങളെ ഞാനും എന്റെ സത്യമോളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോളാം. നീ പോ. മോളെ, മോളെ, ദേ ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. വാ, വന്ന് കഴിച്ചേ. എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ശാരദാമ്മേ? ദേ അമ്മ കണ്ട വഴക്ക് പറയും കേട്ടോ. അച്ഛൻ വന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളന്നേ. മോളെ പറയുന്ന കേക്ക്. മോളെ ഇങ്ങോട്ട് വാ മോളെ. എന്താ അമ്മേ? കണ്ടില്ലേടി, എത്ര നേരമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നറിയോ? മോളെ എന്തേലും കഴിച്ചിട്ട് പോയി നിക്ക്. വാ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ നിന്നിട്ട് എന്തിനാ അമ്മേ? അവള് നോക്കി നിൽക്കുന്നത് അവളുടെ അച്ഛനെയാ. അത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ഇതിനെന്താടി ഒരു പരിഹാരം? അവക്ക് 6-7 വയസ്സായതാ. അവളെ തെറ്റു പറയാൻ പറ്റില്ല. ഇനിയും കൊച്ചു വലുതാവും. അപ്പൊ അവളോടൊപ്പം അവളുടെ ആഗ്രഹങ്ങളും വളരും. പിന്നീട് അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി കൊടുത്തേ മതിയാവും. അതിന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എത്രയും പെട്ടെന്ന് ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെന്ന് ഞാൻ പറഞ്ഞോളൂ. ഈ പ്രായത്തിലെ പെൺകുട്ടികൾക്ക് അവളുടെ മുന്നിലെ ഹീറോ അവരുടെ അച്ഛൻ തന്നെയാ. അതൊരിക്കലും അമ്മയ്ക്കാവാൻ പറ്റില്ല. കൂട്ടുകാരൊക്കെ അച്ഛനെ കുറിച്ച് പറയുമ്പോ അവക്കും ആഗ്രഹം കാണും. അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാ സത്യ ഈ കിടന്ന് വാശി പിടിക്കുന്നത്. അതങ്ങനെ കണ്ടില്ലെന്ന് നടിച്ച് നമുക്ക് പോവാൻ പറ്റില്ല. കുരുന്ന മനസ്സല്ലേ, ഏതെല്ലാം രീതിയിലാ ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോ അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചാ പോരെ? അത് ഞാൻ കഴിപ്പിച്ചു തരാം. സത്യ, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഒരച്ഛനും ഇന്ന് വരില്ല. അവിടെ ജോലി തിരക്ക, വരാൻ പറ്റില്ല. ഈശ്വരൻ എന്നോട് പറഞ്ഞല്ലോ അച്ഛൻ വരുമെന്ന്. ഭഗവാൻ കള്ളം പറയില്ല. ദേ, നീ വെറുതെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ എന്നോട് വഴക്കിട്ടോണ്ടിരിക്കുക. ദേ, ഇനി നീ പറഞ്ഞാ കേട്ടില്ലെങ്കിൽ വടിയെടുത്ത് നല്ല അടി വെച്ച് തരിഞ്ഞ. അമ്മ എന്നെ എത്ര തല്ലിയാലും ശരി, ഞാൻ അച്ഛൻ വന്നിട്ട് എന്തെങ്കിലും കഴിക്കൂ. അത് ശരി, അപ്പൊ നിന്റെ വാശിയാണല്ലേ? ഒന്ന് കാണണമല്ലോ എങ്കിൽ. കൊച്ചല്ലേ, ഒരല്പം പിടിവാശിയൊക്കെ കാണിച്ചോട്ടെ എന്ന് വിചാരിച്ചപ്പോ എന്റെ തലയിൽ കയറുക അല്ലേ? ശാലിനി, വേണ്ട. പൊന്നു മോളെ, എന്തേലും വന്ന് കഴിക്ക, അമ്മ തല്ലും. തല്ലിക്കോട്ടെ, എന്റെ അച്ഛന് വേണ്ടിയല്ലേ, ഞാൻ കൊണ്ടോളാം. ഞാൻ പറയുന്നത് നീ പോയി ഭക്ഷണം കഴിക്ക. ഇങ്ങോട്ട് താ, ഇങ്ങോട്ട്. ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് കഴിപ്പിച്ചോളാം. നീ ഇതിൽ ഇടപെടണ്ട. അമ്മ പറഞ്ഞാലൊന്നും ഇവിടെ കേക്കില്ലമ്മേ. ഞാൻ സമ്മതിപ്പിച്ചോളാം. ചുമ്മാ ഇരിക്ക്. അമ്മേ, ഇനി ഇവളുടെ കാര്യവും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഇല്ല, ഞങ്ങളെ ഞാനും എന്റെ സത്യമോളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോളാം. നീ പോ. സത്യേ, നിന്റെ വാശി ഒരുപാട് കൂടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നീ പൊയ്ക്കോ. ദേ, അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടിയേനെപ്പോ. ശാരദാമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാ തല്ലാതെ പോയത്. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് എന്റെ ഒപ്പം വന്നേ. അച്ഛൻ വന്നാ നമുക്ക് ഇങ്ങോട്ട് വന്നാ പോരെ? വാ. ഞാൻ വരാം, പക്ഷെ ഒന്നും കഴിക്കില്ല. അത് പറഞ്ഞ പറ്റൂല. ശാരദാമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും കഴിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് സങ്കടമാവും.
വാ വാ, എന്റെ ചക്കര കുട്ടിയല്ലേ, വാ. ചവിട്ടല്ലേ? അയ്യോ ഇല്ലേ, ഞാൻ ചവിട്ടുന്നില്ലേ. സൂക്ഷിച്ചു പൊയ്ക്കോ. ഈശ്വരൻ എന്നോട് പറഞ്ഞല്ലോ അച്ഛൻ വരുമെന്ന്. ഭഗവാൻ കള്ളം പറയില്ല. അമ്മ എന്നെ എത്ര തല്ലിയാലും ശരി, ഞാൻ അച്ഛൻ വന്നിട്ട് എന്തെങ്കിലും കഴിക്കൂ. ശാരദാമ്മേ. ഓ, അമ്മ എന്തി? അമ്മ എങ്ങോട്ടാ പോയത്? എവിടെ പോവാൻ? ആ, ചിലപ്പോ അച്ഛനെ കാണാത്തോണ്ട് വിളിക്കാൻ പോയതായിരിക്കും. ഏയ്, ഒരിടത്തേക്കും പോയിട്ടില്ല. എന്തൊക്കെയോ എഴുതാനുണ്ടെന്നും പറഞ്ഞേ അപ്പുറത്തെ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുക. ആ നിക്ക്, കുറച്ചു നേരത്തേക്ക് ആരും ശല്യം ചെയ്യില്ലേന്നാ പറഞ്ഞത്. ആ സത്യേ, പിന്നെ അച്ഛന്റെ കാര്യത്തില് കൂടുതൽ പ്രതീക്ഷയൊന്നും വേണ്ട. ചിലപ്പോ ജോലി തിരക്കുണ്ടെങ്കിലേ അച്ഛൻ വരില്ല. നല്ല തിരക്കുള്ള ആളല്ലേ. ആര് പറഞ്ഞ അച്ഛൻ വരില്ലാന്ന്? എന്നോട് പറഞ്ഞിരിക്കുന്നതേ ഭഗവാനാ. ഭഗവാനെ പറഞ്ഞ തെറ്റില്ല. പിന്നെ നല്ല കറികളൊക്കെ ഉണ്ടാക്കി വെക്കണേ. അച്ഛന് ഊണ് കൊടുക്കേണ്ടതാ. അതൊക്കെ കൊടുക്കാം. അത് വരൂന്ന് ഉറപ്പായതിന് ശേഷം സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കിയാ പോരെ? ഉണ്ടാക്കിക്കോ, അച്ഛൻ വരുമെന്ന് പറയുന്ന ഞാനല്ലേ. ഉറപ്പ്. അച്ഛൻ വന്നിട്ട് ഞാനിന്ന് അച്ഛന്റെ മടിയിലിരുന്നാണ് ചോറ് കഴിക്കുന്നത്. അച്ഛൻ എനിക്ക് ചോറുരുട്ടി വായി വെച്ച് തരും. എന്നിട്ട് സ്നേഹത്തോടെ നെറ്റിയിൽ ഉമ്മ വെക്കും. ദേ ഇങ്ങനെ ഉമ്മ. ഇതൊക്കെ എന്റെ ഫ്രണ്ട് രേഷ്മയുടെ അച്ഛനും ചെയ്യുന്നതാ. അവൾ ഇതൊക്കെ വന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിക്കും ശാരദാമ്മേ. അതുകൊണ്ടാ ഞാൻ അച്ഛനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാനും പറയും എന്റെ അച്ഛനും എനിക്ക് ചോറ് വാരി തരുമെന്ന്. എന്റെ ഈശ്വര, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഈ കുഞ്ഞിനോട് എങ്ങനെയാ തന്റെ അച്ഛൻ വരില്ലെന്ന് എനിക്ക് പറയാനാവുക? സത്യാവസ്ഥ പറഞ്ഞു ബോധ്യപ്പെടുത്താനും ആവുന്നില്ല. ശാരദാമ്മ ഇപ്പൊ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ആ ശാരദാമ്മേ, പുതിയ പേസ്റ്റും സോപ്പും ഒക്കെ ഞാൻ എടുത്ത് ബാത്റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛൻ വന്നാ അതൊക്കെ അച്ഛൻ്റെതായിട്ട് മാത്രം ഉപയോഗിക്കേണ്ടതാ. ആ പിന്നെ കുളിക്കാനായിട്ട് പുതിയൊരു ടവൽ എനിക്ക് തരണേ. മോക്ക് ടവലുണ്ടല്ലോ ഒരെണ്ണം. എനിക്കല്ല, അച്ഛനാ. നമ്മൾ ഉപയോഗിക്കുന്ന ടവലൊന്നും അച്ഛനും കൊടുക്കാൻ പറ്റില്ല. പുതിയൊരു ടവൽ വേണം അച്ഛന് കൊടുക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.